നേഴ്സിങ് എന്ത് നോബിളായിട്ടുള്ള പ്രൊഫഷനാണ് അല്ലേ. നമ്മളെല്ലാം അത് എൻജോയ് ചെയ്താനാണ് ചെയ്യുന്നത്. അപ്പോൾ നേഴ്സിംഗ് ആകട്ടെ അല്ലെങ്കിൽ ഏത് കരിയർ ആയാലും, നിങ്ങളൊരു കരിയർ വർക്കിംഗ് പേരൻ്റ് ആണെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. ഏത് കരിയറിലാണെങ്കിലും നമുക്കൊരു എക്സ്ട്രാ എക്സ്പെൻസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പോയൊരു ഓവർ ടൈം അല്ലെങ്കിൽ വേറൊരു ജോലിയൊക്കെയാണ് എടുക്കുന്നത്. അത് നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും എന്തുമാത്രം ബേൺ ഔട്ട് ആക്കുമെന്നറിയാം. അത്രയും ഫിസിക്കലി മെൻ്റലി ബേൺ ഔട്ട് ഇല്ലാത്ത ഒരു ബിസിനസ്സിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ USA ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. ഞാനും ഒരു നേഴ്സാണ്. അതിന് കൂടെ ഞാൻ റിയൽ എസ്റ്റേറ്റും ചെയ്യുന്നുണ്ട്. ഞാൻ നേഴ്സിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒത്തിരി നേഴ്സിങ്ങിൽ ഓവർ ടൈം എടുക്കുമായിരുന്നു. കാരണം നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എടുത്തല്ലേ പറ്റത്തുള്ളൂ. അത് എന്നെ ഫിസിക്കലി ഒത്തിരി ബേൺ ഔട്ട് ആക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കേണ്ട സമയത്തൊക്കെ നമ്മൾ പിന്നെയും ഓവർ ടൈമിന് പോകുക എന്ന് പറയുന്നത് അതൊരു ഇതാണല്ലോ. അങ്ങനെയാണ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതായത് നഴ്സിംഗ് ഫുൾ ടൈം ജോലി ചെയ്യുന്നതിന് കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഈസ് ഓൾസോ അനദർ ഹൈലി റിവാർഡിങ് പ്രൊഫഷൻ അല്ലേ, അല്ലെങ്കിൽ ഇത് ഹൈലി റിവാർഡിങ് ബിസിനസ്. എങ്കിൽ പോലും അതിനുമുണ്ട് ഈ പറയുന്ന ടൈം കൺസ്ട്രെയിൻസും. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീടുകൾ കാണിച്ച് ഒരു സെറ്റിൽമെൻറ്റ് ടേബിളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡീല് മാറിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 10-20 വീടുകൾ കാണിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ആ ക്ലയൻറ്റ് ചിലപ്പം വാങ്ങിക്കുന്നില്ല എന്ന് വെക്കുവോ, അല്ലെങ്കിൽ അവർ വേറൊരു ഏജൻറ്റ് കൂടെ പോകുമോ, അല്ലെങ്കിൽ അവർ തന്നെത്താൻ കണ്ട് വാങ്ങിക്കുമോ. അങ്ങനെ പല പല കാര്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഇൻകമാണത് അല്ലേ. ഒരു മാസം ചിലപ്പോൾ നമുക്ക് കിട്ടും, അടുത്ത മാസം ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത്രയും ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയ സമയത്ത് എന്തെങ്കിലും കാണുമല്ലോ ഇവിടെ അത്രയും നല്ല ടൈം ഫ്ലെക്സിബിലിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഫിസിക്കലി ഡിമാൻഡിങ് അല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു അവസരം കാണുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് കാണുന്നത്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ട് ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ദാറ്റ്സ് ദ ബെസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് എവർ മെയ്ഡ് ഇൻ മൈ ലൈഫ്. ഈ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മെൻറ്ററുണ്ട്. സ്റ്റോക്ക് കീപ്പിംഗ് ഇല്ല, ഡയറക്റ്റ് സെല്ലിംഗ് ഇല്ല. നമ്മൾ ടെക്സാവി ആകുകയോ അല്ലെ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞിരിക്കുകയോ ഒന്നും വേണ്ട. കാര്യം ട്രെയിനിങ് അത്ര ക്ലിയർ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് തരുന്നത്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലേൺ മോർ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് ഇമെയിൽ ഐഡിയും രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ദൈവം നമുക്ക് ഓരോ വാതിലുകൾ തുറന്നു തരും. എന്നിട്ട് നമുക്ക് അതിലൂടെ നടക്കണോ വേണ്ടായോ എന്നുള്ള ചൂസ് ചെയ്യാനുള്ള ബുദ്ധിയും തരും. ആ ബുദ്ധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ വാതിലിലൂടെ നടക്കണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഐ ഹോപ്പ് ടു ടോക്ക് ടു യു സൂൺ.